മക്കളെ, നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ കാര്യങ്ങൾ പഠിക്കണ്ടേ? അപ്പോ രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേരാണ്, ഇമാജിനേഷൻ. ആ ഇമാജിനേഷൻ എന്ന് പറയുന്ന യൂണിറ്റില് 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ, അതിപ്പോ നമ്മൾ ഈ ഒന്നാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ഞാൻ പറഞ്ഞില്ലേ, വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്. അതിനേക്കാൾ ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ് ഈ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ കേട്ടോ. അതാണ് എ ഡോൾസ് ജേർണി. എ ഡോൾസ് ജേർണി കണ്ടാ, ഒരു പെൺകുട്ടി ഒരു പാർക്കിലിരുന്ന് എന്താണ് കരയുന്നത് ശ്രദ്ധിച്ച നമ്മുടെ ഫ്രാൻസ് കാഫ്ക എന്ന് പറയുന്ന ജർമ്മൻ എഴുത്തുകാരൻ, അദ്ദേഹം ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നതും, ഒരു ഡോള്, ആ പെൺകുട്ടിയുടെ ഡോള് കളഞ്ഞു പോയതും, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ പെൺകുട്ടിനെ സഹായിക്കുന്നു, ലെറ്റർ എഴുതി സഹായിക്കുന്നു, ആ ഡോൾ എഴുതിയ ലെറ്റർ പോലെ അദ്ദേഹം ലെറ്റർ എഴുതി കൊടുക്കുന്നു. അങ്ങനെ ഒരു നല്ലൊരു ചെറിയൊരു കുട്ടിയുമായിട്ടുള്ള നല്ലൊരു എന്താ ഒരു വാത്സല്യമുള്ള ഒരു റിലേഷൻ അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. അതിലൂടെ ആ കുട്ടിക്ക് ആശ്വാസം പകരാനൊക്കെ ശ്രമിക്കുന്നതും, അങ്ങനെ ഒരു കുഞ്ഞിക്കഥ കേട്ടോ, വളരെ ക്യൂട്ടായിട്ടുള്ള സ്റ്റോറിയാണ് ഡോൾസ് ജേർണി എന്ന് പറയുന്നത് കേട്ടോ. അതിനകത്തൊരു പാവയും കൂടി ഉണ്ട് ആ കഥാപാത്രമായിട്ട്, പക്ഷെ പാവ അതിനകത്ത് കാണിക്കുന്നില്ല, പാവ കാണാണ്ട് പോയല്ലോ. ഓക്കെ, നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും മക്കളെ ഒരു കോൺവെർസേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഏതാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ കണ്ട എന്താണ് റിക്കിയും അവന്റെ അമ്മയും റിക്കിയും അവന്റെ ഫ്രണ്ടുമായിട്ടുള്ള കോൺവെർസേഷൻ പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് കോൺവെർസേഷൻ ആണ് ഫ്രാൻസ് കാഫ്കയും അതുപോലെ തന്നെ ആ ഗേളുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. കാരണം അത് അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന സീൻ ഉണ്ടല്ലോ അതിനകത്ത്. അപ്പൊ നമുക്ക് അത് നോക്കിയാൽ എന്താ, ഇതുപോലെ ഒരു കോൺവെർസേഷൻ അദ്ദേഹം പറയുന്നു, ഓ ഡിയർ വൈ ആർ യു ക്രൈങ് എന്ന് ചോദിക്കുമ്പോൾ ഗേൾ പറയുന്നു, ഐ ഹാവ് ലോസ്റ്റ് മൈ ഫേവറേറ്റ് ഡോൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ എക്സ്ചേഞ്ചുകൾ കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നു, ഓക്കെ ദെൻ ഐ ഹോപ്പ് വി വിൽ ഫൈൻഡ് ഹെർ സൂൺ എന്ന് പറഞ്ഞിട്ട് ആ ഡോള് കാണാതായതിനെ പറ്റിയാണ് ചോദ്യം വരുന്നത് കേട്ടോ. അപ്പൊ അതിനുള്ള മറുപടിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിലൂടെ നമുക്ക് ഇതിൽ തുടങ്ങാം കേട്ടോ. അപ്പൊ ഇതിലെ ഒരു ചോദ്യം എന്താ, കോൺവെർസേഷൻ വരാൻ സാധ്യത. അടുത്തത് മറ്റൊരു ചോദ്യം ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളത് ഡയറിയാണ് കേട്ടോ. ആ പെൺകുട്ടി ഒരു ഡയറി എഴുതുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഡയറി, മൈ ഡയറി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി എഴുതുന്ന ഒരു ഡയറി നമുക്ക് നോക്കിക്കളയാം എങ്ങനെയാണെന്ന്. അപ്പൊ ഡയറിയുടെ നമ്മുടെ എന്താണ് ഫോർമാറ്റ് അറിയാലോ, നേരത്തെ പറഞ്ഞത്. ടുഡേ ഐ മിസ് ലെവി എ ലോട്ട്, ഇന്ന് എന്റെ ലെവി എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഒരു വിഷമമാണ് അദ്ദേഹം ആ പെൺകുട്ടി പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. ആദ്യം ഡേ ഡേറ്റ് മന്ത് ഇയറൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോ പിന്നെ ഷീ ഹാസ് ബീൻ അവേ ഓൺ ഹെർ അഡ്വഞ്ചർ ഫോർ വീക്സ് നൗ. അവള് അവളുടെ അഡ്വഞ്ചറുമായിട്ട് മുന്നോട്ട് പോയി. ആ പെൺകുട്ടിനോട് അയാൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നേ കാരണം ആ എന്താണ് പാവ അതിൻ്റെതായിട്ടുള്ള അഡ്വഞ്ചറുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്, അത് യാത്ര പോയിരിക്കുകയാണെന്നല്ലേ അവളോട് പറഞ്ഞത്, അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ആ രീതിയിലാണ് ആ പെൺകുട്ടി ആ ഡയറി എഴുതി തീർത്തിരിക്കുന്നത് കണ്ടോ. ഇനി അത് അവസാനിക്കുമ്പോൾ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്, വെയിറ്റിംഗ് ആൻഡ് റീഡിങ് ഹെർ ലെറ്റർ. അതാ ഐ വിൽ കീപ് വെയിറ്റിംഗ് ആൻഡ് റീഡിങ് ഹെർ ലെറ്റേഴ്സ്, ഗുഡ് നൈറ്റ് ഡയറി കണ്ടോ. നല്ല രീതിയിൽ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നല്ലൊരു ഡയറി ആ പെൺകുട്ടി എഴുതിയത്. അതിന് ഒരു ചാൻസ് കാണുന്നുണ്ട് ഡയറിക്ക് കേട്ടോ. അപ്പോ ഇനി നോക്കാം, നമുക്ക് ഒരു ലെറ്റർ ആണ് മക്കളെ. എങ്ങനെയാണ് നല്ലൊരു ലെറ്റർ, അതായത് ഈ പെൺകുട്ടിക്ക് നമ്മുടെ ഈ പറയുന്ന പാവ അല്ലെങ്കിൽ ഈ പറയുന്ന ഡോള് ലെറ്റർ അയക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശരിക്കും ആരാ ലെറ്റർ അയക്കുന്നത്, ഫ്രാൻസ് കാഫ്കയാണ് ആ ലെറ്റർ എഴുതുന്നത്. പക്ഷെ ആ പെൺകുട്ടിക്ക് ആ പാവ അയക്കുന്ന പോലെയാണ് അയാൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ലെറ്ററിന് ആ പെൺകുട്ടി തിരിച്ചൊരു മറുപടി അയച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ലെറ്ററിന്റെ ഒരു ഫോർമാറ്റ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ലെറ്റർ ഇപ്പൊ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന്റെ മാത്രമല്ല വേറെ ഏത് ചാപ്റ്ററിൽ നിന്ന് ലെറ്റർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തുടങ്ങണോടാ. ഇത് നോക്കി, മുകളിൽ ആദ്യം എന്ത് ചെയ്യണം, അഡ്രസ് എഴുതണം ലെഫ്റ്റ് സൈഡിലായിട്ട് കേട്ടോ. അഡ്രസ് എഴുതിക്കാനായിട്ട് അതിന് താഴെ ഒരു ഡേറ്റ് എഴുതണം, ഒരു ഡേറ്റ് എഴുതണം. ഇനി അത് കഴിഞ്ഞിട്ട് അതിന് താഴെയായിട്ട് ഒരു ഡിയർ എന്നുള്ള സല്യൂട്ടേഷൻ നമ്മൾ വിളിക്കൂലേ, ഡിയർ ഫ്രണ്ട് എന്നോ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ പേരാണെങ്കിൽ ഡിയർ അർജുൻ എന്നോ അങ്ങനെ വല്ല പേരിടാം. അല്ലെങ്കിൽ ഡിയർ ഫാദർ, ഡിയർ മദർ എന്നൊക്കെ എഴുതുമല്ലോ. അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഇനി അത് കഴിഞ്ഞാൽ മക്കളെ, നമ്മൾ ആരെയായാലും ശരി, നല്ലൊരു കൂട്ടുകാരനോ അമ്മയോ അച്ഛനോ അങ്കിളോ ഒക്കെ ആയിക്കോട്ടെ, ആർക്കായാലും ശരി, നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ട കാര്യം എന്താണ്, സുഖമാണോ എന്ന് ചോദിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ഹൗ ആർ യു, ഐ എം ഫൈൻ ഹിയർ ആൻഡ് ഹോപ്പ് യു വിൽ ബി ഫൈൻ ദെയർ വിത്ത് യുവർ ഫാമിലി എന്നുള്ള കാര്യം ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഏത് ലെറ്ററിന് എഴുതാമല്ലോ, ഏത് ഫ്രണ്ട്ലി ലെറ്ററിന് എഴുതാം. അപ്പൊ അത് നിങ്ങൾ ആദ്യം എഴുതുക കേട്ടോ. പിന്നീട് നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് കണ്ടന്റ് തന്നിട്ടുള്ളത്, ഏത് ചാപ്റ്ററിലെ ഏത് കഥാപാത്രമാണോ പറയുന്നത്, അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ ആ കണ്ടന്റ് എഴുതുക. എന്താണ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, റിക്കി റോബോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അത് എഴുതുക. അതുപോലെ തന്നെ ഫ്രാൻസ് കാഫ്ക പറയുന്നതാണെങ്കിൽ അത് എഴുതുക. പെൺകുട്ടി ഡോളിനെ അയക്കുന്ന കാര്യമാണെങ്കിൽ അത് എഴുതുക. ഇതൊക്കെ നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ്. ഇനി അത് ലെറ്റർ അവസാനിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്താ നോക്കിയേ, ഐ ഹോപ്പ് ടു ഹിയർ ഫ്രം യു സൂൺ, നിന്റെ മറുപടി കിട്ടാൻ കാത്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ കൺവേ മൈ റിഗാർഡ്സ്, എന്നെ അന്വേഷണം അറിയിക്കുക, അങ്ങനെ പറഞ്ഞ് അതൊരു ക്ലോസിംഗ് ഫ്രേസ് ആണ് കേട്ടോ. ഇത് ഈ ഓരോ വാക്കുകൾക്കും ഒരു പേരുണ്ട് കേട്ടോ. ഇങ്ങനെ ലെറ്റർ അവസാനിക്കുന്നതിന് മുമ്പ് പറയുന്നതിന് എന്താ പറയാ, ലീവ് ടേക്കിംഗ് സെന്റൻസ് എന്ന് പറയും. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു ലാസ്റ്റ് പറയുന്ന സെന്റൻസിന് എന്ത് പറയും, ക്ലോസിംഗ് ഫ്രേസ് എന്ന് പറയും. ഇത് പല രീതിയിൽ എഴുതാം. അതാണ് ഈ പറയുന്ന കൺവേ മൈ റിഗാർഡ്സ് എന്നുള്ളത് വിത്ത് ലവ് എന്ന് എഴുതാം, വിത്ത് റിഗാർഡ്സ് എന്ന് എഴുതാം കേട്ടോ. യുവേഴ്സ് ലവിംഗ്ലി എന്ന് എഴുതാം. അങ്ങനെ സാധാരണ എഴുതാറുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ക്ലോസിംഗ് ഫ്രേസ് എഴുതുന്നത്. അതിനുശേഷം നിങ്ങളുടെ നെയിം എഴുതാം. ഓക്കെ ആയി.
അപ്പൊ നിങ്ങൾക്ക് ഒരു ലെറ്റർ എഴുതേണ്ടതിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടി കേട്ടോ. ഇനി ആ പെൺകുട്ടിയുടെ ലെറ്റർ ഒന്ന് നോക്കാം നമുക്ക് കേട്ടോ. ഇതാ നോക്കിയേ, ആ പെൺകുട്ടി ലെവി എന്ന് പറയുന്ന തന്റെ ആ ഒരു പാവയ്ക്കാണ് ആ ലെറ്റർ എഴുതുന്നത്, ആ ഡോളിനാണ് ആ ലെറ്റർ എഴുതുന്നത് കേട്ടോ. അപ്പൊ ആദ്യം ആ അഡ്രസ്സും ഡേറ്റും എഴുതിയിട്ടുണ്ട്, പിന്നെ സല്യൂട്ടേഷൻ ആയിട്ട് ഡിയർ ലെവി എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ആദ്യം എന്താണ് ഇവിടെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല, ഹൗ ആർ യു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടില്ല, അത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഐ വാസ് സോ ഹാപ്പി ടു ഗെറ്റ് യുവർ ലെറ്റർ എന്ന് പറഞ്ഞ് അവള് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി ആ കാര്യങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ബോഡി എന്ന് വിളിക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്തിന് നമ്മൾ ബോഡി ഓഫ് ദ ലെറ്റർ എന്ന് വിളിക്കുക. എന്നിട്ട് അവസാനിക്കും നോക്കിയേ, വെൻ വിൽ യു കം ബാക്ക് എന്ന് പറയുന്നതാണ് അവിടെ ലീവ് ടേക്കിംഗ് സെന്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഐ മിസ് യു എവറി ഡേ എന്നുള്ളത് ക്ലോസിംഗ് ഫ്രേസ് ആണ്. അതുപോലെ തന്നെ വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, അതാണ് ക്ലോസിംഗ് ഫ്രേസ് കേട്ടോ. വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ക്ലോസിംഗ് ഫ്രേസ് ആണ്. അതിനുശേഷം നിങ്ങളുടെ പേര് താഴെ ഉണ്ട്, താഴെ താന്നു പോയതാണ് കേട്ടോ. താഴെ നിങ്ങളുടെ പേരും എഴുതുക, അങ്ങനെ ആ ലെറ്റർ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിന്റെ മുന്നിൽ എന്ത് ചെയ്യണം, ഒരു ഹൗ ആർ യു കൂടി നിങ്ങൾ ചേർത്തോ കേട്ടോ. അത് നല്ലതാണ്. ഒരു ലെറ്റർ തുടങ്ങുന്ന സമയത്ത് ഒരാളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ലെറ്റർ ഉണ്ട്, വായിക്കുക, പഠിക്കുക കേട്ടോ. അപ്പൊ ലെറ്റർ എഴുതുന്ന ഒരു രീതി പിടുത്തം കിട്ടി. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ എന്താ വരാൻ സാധ്യത ഉള്ളത്? ആ പെൺകുട്ടി ആ പാർക്കിലിരുന്ന് ഇങ്ങനെ ആ പാവനെ പറ്റി ആലോചിച്ച് വിഷമിച്ച് ആ പെൺകുട്ടിയുടെ തോട്ട്സ് ഓഫ് ദ ഗേൾ കേട്ടോ, അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത. അപ്പൊ നമുക്ക് തോട്ട്സും കൂടി ഒന്ന് പഠിക്കണം, കാരണം തോട്ട്സ് വരാറുണ്ട് കേട്ടോ. തോട്ട്സ് വരാറുണ്ട്, മുന്നത്തെ എക്സാമ്പിളൊക്കെ തോട്ട്സ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹിയർ ആർ ദ തോട്ട്സ് ഓഫ് ദ ലിറ്റിൽ ഗേൾ വെൻ ഷീ ലോസ്റ്റ് ഹെർ ഡോൾ കേട്ടോ. ആ പെൺകുട്ടിയുടെ തോട്ട്സ് ഒന്ന് നമുക്ക് പഠിക്കാം. അപ്പൊ ആ പെൺകുട്ടി അതിനെ പറ്റി വിഷമിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ കുറച്ച് എന്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇതിങ്ങനെ നല്ല രീതിയിൽ ആ തോട്ട്സ് എഴുതാൻ പറ്റും കേട്ടോ. അത് നന്നായിട്ട് വായിച്ചു നോക്കുക, സ്റ്റഡി മെറ്റീരിയലും വായിച്ചു നോക്കുക. അപ്പൊ തോട്ട്സ് പഠിക്കണം. പിന്നെന്ത് പഠിക്കണം? ഹിയർ ഇസ് എ പോസിബിൾ നോട്ടീസ് അബൌട്ട് ദ ഡോൾ. ഇതിൽ അവസാനം ഒരു നോട്ടീസ് പറയുന്നുണ്ട്, അതായത് ഡോളിനെ നഷ്ടപ്പെട്ടു, ലോസ്റ്റ് ഡോൾ കേട്ടോ. അപ്പൊ ആ ഡോളിന് നഷ്ടപ്പെട്ട ഒരു നോട്ടീസ് അവിടെ ഒട്ടിച്ചു എന്ന് വെച്ചോ. അതെങ്ങനെയായിരിക്കും ഉണ്ടാക്കേണ്ടത്? ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? നോട്ടീസ് എന്ന് പറഞ്ഞ് മുകളിൽ എഴുതുക, ലോസ്റ്റ് ഡോൾ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. പ്ലീസ് ഹെൽപ്പ് us റീയൂണൈറ്റ് ലെവി വിത്ത് ഹിസ് ഓണർ. ആ പാവയെ അതിന്റെ ഓണറുമായിട്ട് റീയൂണൈറ്റ് ചെയ്യുന്നതിൽ സഹായിക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അഡ്വർടൈസ്മെന്റ് പോലെയാണ് ഈ പറയുന്ന നോട്ടീസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നു, ഡോളിനെ പറ്റിയുള്ളത്. പിന്നെ ലെവി വാസ് ലാസ്റ്റ് സീൻ ഓൺ ദ ബെഞ്ച്, എവിടെയാണ് ലാസ്റ്റ് കണ്ടതെന്ന് എഴുതിയിരിക്കുന്നു. ഇഫ് ഫൗണ്ട് പ്ലീസ് കോൺടാക്ട്, ഒരു ഫോൺ നമ്പർ ആയിട്ട് ഇങ്ങനെ എഴുതുക. റിവാർഡ് ഓഫേർഡ്, അതിനുള്ള സമ്മാനവും നിങ്ങൾ ഓഫർ ചെയ്യുക കേട്ടോ. ഇതാണ് നല്ലൊരു നോട്ടീസ്. എന്ത്, പാവയെ കാണാതായി എന്ന് പറയുന്ന നോട്ടീസ് ചോദിക്കുകയാണെങ്കിൽ കേട്ടോ. സാധ്യത കുറവാണ്, എന്നാലും ഒന്ന് പഠിച്ചു വെച്ചോ. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നിന്നുള്ള എന്താണ് എ ലെവൽ, ബി ലെവൽ, സി ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ എ ലെവൽ ആയിട്ട് സാർ പറയുന്നു കോൺവെർസേഷൻ വരാൻ സാധ്യതയുണ്ട്, ഡയറിക്കും സാധ്യതയുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ബി ലെവൽ ആയിട്ട് പറയുകയാണെങ്കിൽ ലെറ്റർ അല്ലെങ്കിൽ തോട്ട്സ് സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് സി ലെവൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നോട്ടീസ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് സാധ്യതയായിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ മക്കളെ, നമ്മളുടെ രണ്ടാമത്തെ യൂണിറ്റിൽ ഇമാജിനേഷന്റെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ബൈ ബൈ.